മഹാരാജ വിജയ് സേതുപതിയുടെ 50ാമത്തെ പടമാണ് ഈ മഹാരാജ. അപ്പോൾ പുള്ളിയുടെ ഒരു കരിയർ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി എപ്പോഴും അതായത് ഒരു സ്റ്റാർ ആവാൻ വേണ്ടി ശ്രമിച്ച പടങ്ങൾ വളരെ റെയറായിരിക്കും പുള്ളിയുടെ കരിയറിൽ. ഇല്ലയെന്നല്ല, പക്ഷേ റെയറാണ്. പുള്ളി എപ്പോഴും കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ സിനിമ ആക്കാനാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമാവാനാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് ആൾ. അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ കരിയറിൽ 50ാമത്തെ പടം വരുമ്പോൾ ആ ഒരു സിനിമയും ഓഫ് കോഴ്സ് അതൊരു കണ്ടൻറ് റിലേറ്റഡ് പടമായിരിക്കണം. മഹാരാജ ഒരു കൊമേഴ്ഷ്യൽ പടമാണെങ്കിൽ പോലും അതൊരു സ്റ്റാർ ഡ്രിവൺ പടമല്ല. ഇതൊരു ഗംഭീര ത്രില്ലറാണ്. ഈ സിനിമയെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം എന്ത് പറഞ്ഞാലും അത് നിങ്ങൾക്ക് സ്പോയിലറായിരിക്കും. അപ്പോൾ ഈ സിനിമ ഇപ്പോഴും കാണാത്തവരുണ്ടെങ്കിൽ അവർ ഒന്നും അറിയാൻ ശ്രമിക്കാതെ പോയി കാണണം. കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആസ്വാദനത്തെ നന്നായിട്ട് ബാധിക്കും അത്. ഇതിന് ജോണർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൈം ത്രില്ലർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഒരു ക്രൈം ത്രില്ലർ പോലെയാണ്. ഇതിനൊരു സ്പെസിഫിക് ജോണർ എന്താ പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എന്താണെങ്കിലും ഇത്തരം സിനിമകളിൽ അതായത് ഒരു നടൻ വില്ലൻ തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു ആൻറ്റഗോണിസ്റ്റ് പ്രോട്ടഗോണിസ്റ്റ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതിനുള്ളൊരു മോട്ടീവ് അല്ലെങ്കിൽ കോസ് ഓഫ് ആക്ഷനൊക്കെ ജസ്റ്റിഫൈ ആയി കഴിഞ്ഞാൽ, അതായത് പ്രേക്ഷകനിലോട്ട് ഇമോഷണലി കണക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ പടം വിജയിച്ചു. അത് ഇവിടെയും അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് 100% അവർ ആ കാര്യത്തിൽ സക്സസ് ആണ്. അതായത് ഈ പടം കാണുന്ന നമുക്ക്, അതായത് പ്രേക്ഷകൻ നിലക്ക് നമുക്ക് തന്നെ തോന്നും ഇവരെ തീർക്കണം, ഇവരെ കൊല്ലണം എന്നൊക്കെ ഒരു ഇത് നമ്മുടെ മൈൻഡിൽ വരും. അവിടെയാണ് ഈ പടത്തിൻ്റെ വിജയം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ക്ലൈമാക്സ് ട്വിസ്റ്റാണ്. ഈ ക്ലൈമാക്സ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമയിൽ. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് ഏതൊരു ബേസിക് ആയിട്ടുള്ളൊരു സിനിമാ പ്രേമിയും കണ്ടിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയുടെ ഏകദേശം സെയിം ട്വിസ്റ്റാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിംഗ് ഒക്കെ ആയപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് ഊഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അത് ആസ്വാദനത്തെ ബാധിച്ചോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറയേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഈ സിനിമ കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു പടം കണ്ടൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. എങ്കിൽ പോലും ആ ട്വിസ്റ്റ് നേരത്തെ കിട്ടിയത് കൊണ്ട് അല്ലെങ്കിൽ നമുക്കത് ഊഹിക്കാൻ പറ്റിയത് കൊണ്ട് ഒരു ഹൈലി സാറ്റിസ്ഫൈഡ് ആയി എന്ന് പറയാനും പറ്റില്ല. ഇതിന് ഡയറക്ടർ നിതിലൻ തൻ്റെ മുന്നത്തെ പടം അതായത് കുരങ്ങു ബൊമ്മയ്ക്ക് ശേഷം 6 കൊല്ലത്തിന് ശേഷമാണ് ഈ സിനിമ ഇറക്കുന്നത്. 40 ഡ്രാഫ്റ്റുള്ള സ്ക്രിപ്റ്റായിരുന്നു ഈ പടത്തിന് എന്ന് പറയുന്നത്. അതൊക്കെ സംഭവം അടിപൊളിയാണ്. കാരണം എന്താ വെച്ചാൽ ഇതിലെ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പെർഫെക്റ്റാണ്. നമുക്ക് ഓരോ ഡീറ്റെയിൽസും അത് കിട്ടും. ഇതിൽ പ്രത്യേകിച്ച് ഇതിൽ നോൺ ലീനിയർ ആയിട്ടാണ് ഇതിൻ്റെ കഥ പറയുന്നത്. ആ ഒരു നറേഷൻ തന്നെ ഈ സിനിമയുടെ ഒരു ഭംഗി കൂട്ടുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും 6 വർഷത്തിനൊക്കെ ശേഷം ഒരു പടം ചെയ്യുമ്പോൾ ഈവൻ അത് നല്ല വെൽ റിട്ടൺ സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും ആ ഒരു കോൺസെപ്റ്റ് എപ്പോഴും അതൊരു ഇൻസ്പയർഡ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും അത് എനിക്കൊരു പ്രശ്നമായി തോന്നി. കാരണം എന്താ വെച്ചാൽ ഒരു കുറച്ചുകൂടി യുണീക്കായിട്ടുള്ളൊരു കോൺസെപ്റ്റായിരുന്നു ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് കുറേ റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ആ സിനിമയുടെ ഒരു ഇൻസ്പിറേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക.